ഹലോ, എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഇത് ഏത് പൂവാണെന്ന് അറിയാവോ? ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ഗുണമുള്ള ഒരു പൂവും കൂടെയാണ് കേട്ടോ. ഇതാണ് അശോക തെറ്റി. അപ്പം പണ്ടത്തെ ആൾക്കാർ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൂവാണ് കേട്ടോ അശോക തെറ്റി. നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന പല അലർജി പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് കൂടുതലും ഉപയോഗിക്കുന്നത് അശോക തെറ്റിയാണ്. അപ്പം അങ്ങാടി കടകളിൽ ഇതിൻ്റെ ഉണങ്ങിയ പൂവാണ് കിട്ടുന്നത്. ഇതിൻ്റെ പച്ച പൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയ്ക്കകത്ത് പറിച്ചിട്ട് ചെറിയ തീയിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എണ്ണ ദേഹത്ത് തേച്ച് കുളിക്കുകയാണെങ്കിൽ അലർജി പ്രശ്നങ്ങൾ വരാതെ തടയാനായിട്ട് നമുക്ക് സഹായിക്കും. കുട്ടികൾക്ക് പണ്ടൊക്കെ കരപ്പം വരുമ്പോൾ ആൾക്കാർ കൂടുതലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പൂവാണ് അശോക തെറ്റി. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ തേക്കുന്ന എണ്ണ കാച്ചുന്നതിലും അശോക തെറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റും. മുടി വളർച്ചയ്ക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മുടെ തലയിൽ ചെറിയ രീതിയിൽ ചൊറിച്ചിലുണ്ടാവുമല്ലോ, ചൊറിച്ചിൽ മാറാനും പിന്നെ ചെറിയ ചെറിയ കുരുക്കൾ വരുവാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനൊക്കെ ഇത് സഹായിക്കും. അപ്പം വെളിച്ചെണ്ണ കാച്ചുന്ന കൂട്ടത്തിൽ ഇത് പൂവുണ്ടെങ്കിൽ പറിച്ചിട്ട് കാച്ചി അതും കുറച്ച് ഗുണം തന്നെയാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇപ്പോഴൊക്കെ ക്രീമുകളാണ് കുട്ടികൾക്ക് വാങ്ങി തേക്കുന്നത്. ക്രീമിന് പകരം ഇതിട്ടിട്ടുള്ള വെളിച്ചെണ്ണ തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വരുന്ന അലർജി പ്രശ്നങ്ങൾ കുറേയൊക്കെ മാറാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ വരാണ്ടും ഇരിക്കും. അത് പോയിട്ട് പിന്നെ നമ്മുടെ സ്കിൻ അടിപൊളിയാവുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. വലിയവർ കുളിക്കുമ്പോഴും ഇതിൻ്റെ എണ്ണ തേച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും വലിയവർക്കുള്ള അലർജി പ്രശ്നങ്ങൾ മാറാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് പൂവ് നിൽപ്പുണ്ട്. ഞാനെന്തായാലും എണ്ണ കാച്ചാൻ വേണ്ടിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ചെടിയല്ല, കുറച്ച് വലിയ മരമായിട്ടാണ് വരുന്നത് കേട്ടോ. മരത്തിൽ കൊലയായിട്ടാണ് പൂവ് വരുന്നത്. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പൂവാണ്, ചെറിയ ചെറിയ പൂവാണ്. അപ്പോൾ ഇതിൻ്റെ 2 ടൈപ്പ് ചെറിയ ചെടികളുമുണ്ട്. കുറച്ച് കാട്ടിലുള്ള ഒരു ചെടിയുണ്ട്, അതും കുറച്ച് ആയുർവേദമാണ്. പക്ഷേ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പിന്നെ സാധാരണ നമ്മുടെ ചെത്തിപ്പൂ എന്നൊക്കെ പറയുന്ന ഒരു പൂവുണ്ടല്ലോ, ഇതുപോലെ ഇരിക്കും, അതൊരു ചെടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുർവേദ ഗുണങ്ങളുള്ളത് ഈ അശോക തെറ്റിക്കാണ്. അപ്പോൾ അശോക തെറ്റി നിങ്ങളുടെ പരിസരത്തോ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ അതെടുത്ത് കുറച്ച് എണ്ണയായിട്ട് കാച്ചി കുട്ടികൾക്ക് തേച്ച് കൊടുക്കാനായിട്ട് നോക്കണം. അങ്ങനെ സ്ഥിര ശീലമാക്കുമ്പോൾ തന്നെ അലർജി പ്രശ്നങ്ങൾ വരുന്നത് തന്നെ അത് മാറിപ്പോവും. വരുന്നത് തടയാനായിട്ടത് കഴിയും. അപ്പം നമ്മൾ സ്കിന്നിൻ്റെ ഡോക്ടറെ പോയി കാണുന്നതിന് പകരമല്ലേ സ്ഥിരമായിട്ട് നമ്മളിത് തേച്ച് കുളിക്കുന്നത്. ഉള്ള ക്രീമും ലോഷനൊക്കെ തേക്കുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലതാണ്. നമ്മൾ ഈ